അങ്ങനെ നമ്മൾ നാളെ എന്ന ആ ഒരു മനോഹര ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കൂ, മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർ അവർ ആ ഒരു രാത്രി പിന്നിട്ടപ്പോൾ അവർക്ക് നഷ്ടമായ ജീവിതങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജീവിത സൗകര്യങ്ങൾ അതിന്റെ എല്ലാം മുമ്പിൽ അവർ പകച്ചു നിന്ന ആ ഒരു ദിവസം ഒരിക്കലും അവരുടെ മനസ്സിൽ നിന്നും മായുകയില്ല. എന്നാൽ ആ ദിവസത്തിനേക്കാൾ ഉപരി നമ്മൾ സർക്കാർ അവർക്ക് നൽകിയത് മറ്റൊരു സുന്ദരമായ ദിവസമായി മാറുകയാണ് നാളെ. അന്ന് നമ്മൾ കണ്ടതാണ്, നറുക്കെടുപ്പിലൂടെ തങ്ങളുടേതായ വീടുകൾ അവർ തെരഞ്ഞെടുത്തപ്പോൾ ആ കണ്ണുകളിൽ നിന്ന് ഉതിർന്നു വീണ് കണ്ണുനീർ അത് സന്തോഷത്തിന്റെ ആയിരുന്നു, ആനന്ദത്തിന്റെ ആയിരുന്നു, ആത്മവിശ്വാസത്തിന്റെ ആയിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. എന്തായാലും അത് പൂർണ്ണമായും യാഥാർത്ഥ്യമാകുവാൻ പോകുന്ന ദിവസമാണ് നാളെ. ഈ നെൽസ്റ്റൺ എസ്റ്റേറ്റിൽ സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിലെ 178 വീടുകൾ നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ 11 മണിക്ക് കൈമാറും. ദുരന്തബാധിതർക്ക് സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി പാലിക്കപ്പെടുമ്പോൾ നാളത്തെ ദിവസം എന്ന് പറയുന്നത് കേരള ചരിത്രത്തിൽ തന്നെ സുവർണ ലിപികളിൽ രേഖപ്പെടുത്തുകയാണ്. അതുമാത്രമല്ല, ലോകത്തിന്റെ മുന്നിൽ ഒരു പുനരധിവാസം എങ്ങനെയായിരിക്കണം എന്നുള്ളതിന് കേരളം ഒരു ഉദാത്ത മാതൃകയായി തീരുന്ന ദിവസം കൂടിയാണ് നാളെ. ജോഷില, ഗുഡ് മോർണിംഗ്. നാളെയാണ് ആ ദിവസം. കേരളം അതിന്റെ ഏറ്റവും വലിയ സ്നേഹം വയനാട്ടിലെ ഓരോ ജനതയിലേക്കും ചേർത്ത് നിൽക്കുന്ന ഒരു ദിവസമാണ്. അത് നേരിട്ട് കാണാൻ പറ്റുന്ന ഒരാളാണ് പി വി ജോഷില. എനിക്കറിയാം, ഇന്നലെയും അതിനു മുമ്പുള്ള എല്ലാ ദിവസങ്ങളിലും അവിടെ എത്തുന്ന ഓരോരുത്തരും ആ ഒരു സ്വപ്ന പദ്ധതിയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന് നേരിട്ട് കാണുന്ന ഒരാളാണ്. അവർ എൻ്റെ വീട്, ഇതാണ് എൻ്റെ വീടെന്ന് പറഞ്ഞ് ജോഷിലയെ തന്നെ കാണിച്ചു തരുന്ന കാഴ്ചകളും മറ്റും ജോഷില നമ്മളിലേക്ക് എത്തിക്കുകയുണ്ടായി. അപ്പോൾ ഇനി കുറച്ച് ദിവസം, മണിക്കൂറുകൾ മാത്രമാണുള്ളത്. നാളെ അവർ വളരെ പ്രൗഢിയോടെ ആത്മാഭിമാനത്തോടെ സ്വന്തം വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുന്ന ദിവസമാണല്ലേ? തീർച്ചയായും സിന്ധൂരി, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോഴുള്ളതും ടൗൺഷിപ്പിൽ തന്നെയാണ്. ടൗൺഷിപ്പ് കാണുമ്പോൾ എല്ലാവരുടെയും മനസ്സ് നിറയുന്ന ഒരു കാഴ്ചയാണ്, ആശ്വാസകരമായ കാഴ്ചയാണ്. ആ കണ്ണീർ ദിനങ്ങൾക്ക് വിട പറയുകയാണ്. ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച ആ ദുരന്തബാധിതരായ ഒരു പ്രദേശം അല്ലെങ്കിൽ ദുരന്തബാധിതരായ ആളുകൾക്ക് ആശ്വാസത്തിന് വക നൽകുന്ന, അത് ജീവൻ മാത്രം കൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെട്ട ആളുകളാണ്. അവർക്ക് ചെറിയൊരു ആശ്വാസം നൽകുന്ന കാഴ്ചയാണ്. ഇതാ ഫിനിഷിങ്ങിലേക്ക് പോവുകയാണ്. നമ്മുടെ ക്യാമറാമാൻ കാണിക്കുന്ന ദൃശ്യങ്ങളിലേക്ക് കാണാം ഏറ്റവും അവസാന മിനുക്ക് പണിയിലേക്ക് പോകുന്ന വീടുകൾ. ഇവിടെയാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം നടത്തുക. ആ ഉദ്ഘാടനത്തിന് സ്റ്റേജിനോട് അടുത്തുള്ള വീടുകളാണ് നമ്മൾ കാണുന്നത്. ഗേറ്റൊക്കെ പിടിപ്പിച്ച് അതുപോലെ തന്നെ മുറ്റമൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. എന്തായാലും അത് കാണുമ്പോൾ ഏതൊരു മലയാളിയുടെയും മനസ്സ് നിറയും, ഏതൊരു മലയാളിയുടെയും മനസ്സിൽ സന്തോഷം വിടരും. കാരണം ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന നിമിഷങ്ങളാണ് കടന്നു പോകുന്നത്. അങ്ങനെയൊരു സർക്കാരാണ് ഇപ്പോൾ മലയാളിക്ക് ഉള്ളത് എന്നുള്ള കാര്യത്തിൽ പോലും എല്ലാ കാര്യങ്ങളും മലയാളി ഏൽപ്പിച്ച കടമ അതെന്താണെന്ന് കൃത്യമായി നിർവഹിക്കുന്ന ഒരു സർക്കാരിനെയാണ് നാം കാണുന്നത്. മലയാളി ഏൽപ്പിച്ചു കൊടുത്ത് ആ പണം മുഴുവൻ ഏതൊക്കെ രീതിയിൽ ദുരന്തബാധിതരുടെ കയ്യിലേക്ക്, മറ്റൊരു തരത്തിലും പോവാതെ ദുരന്തബാധിതരുടെ കയ്യിലേക്ക് മാത്രം കൃത്യമായി അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ, ഭാവി ജീവിതം പോലും കരുപ്പിടിപ്പിക്കുന്ന രീതിയിലേക്ക് ആ പണം എത്തിക്കുന്ന സർക്കാരിൻ്റെ ഉള്ള മാതൃകയാണ് ഈ വീടുകൾ എന്ന് വേണം പറയാൻ. ലോകോത്തര മാതൃകയായ പുനരധിവാസത്തിന്റെ ഉത്തരമാണ് ഈ വീടുകൾ എന്ന് വേണം നമുക്ക് പറയാൻ. അത് ആരും സമ്മതിക്കും. ഇതിലൂടെ എല്ലാ ദിവസവും പ്രഭാത സവാരി നടത്തിയിരുന്ന ഒരാളെ നമുക്ക് പരിചയപ്പെടാം. ഏട്ടാ, എന്റെ പേര് അജീഷ്. അജീഷ് എല്ലാ ദിവസവും ഇതിലൂടെ പോകാറുണ്ട്? ദിവസങ്ങളിൽ ഇതില് കയറി നോക്കാറുണ്ട്. ടൗൺഷിപ്പിന്റെ പ്രവർത്തനങ്ങൾ തുടക്കം മുതൽ കാണുന്ന ഒരാളായിരിക്കും അല്ലേ? അതെ അതെ അതെ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടന ചടങ്ങ് നിർവഹിച്ച് അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ജില്ലാ പഞ്ചായത്തിലെ ഈ ജില്ലയിലെ ഭവന പദ്ധതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോജക്ട് ഡയറക്ടറാണ്. ദാരിദ്ര്യ ലഘൂകരണ വിഭാഗത്തിന്റെ ഈ പ്രവർത്തനങ്ങൾ, അതായത് ഇത്രയും കാലത്തെ ഒരു സർക്കാരിലെ സേവന പ്രവർത്തനങ്ങൾ കണ്ട ആളായിരിക്കുമല്ലോ. അപ്പോൾ ഈ ടൗൺഷിപ്പിന്റെ പ്രവർത്തനങ്ങൾ തുടക്കം മുതൽ കാണുന്ന ഒരാളെന്ന നിലയ്ക്ക് അത് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇത് തികച്ചും വേറിട്ടൊരു രീതിയിലുള്ളൊരു നിർമ്മാണ പ്രവർത്തനമാണ്. കാരണം ഞാൻ വർഷങ്ങളായിട്ട് ഗ്രാമവികസന വകുപ്പിലെ ഉദ്യോഗസ്ഥനായിരുന്നു. ഇപ്പം തദ്ദേശ സ്വയംഭരണ വകുപ്പ് നിലവിൽ വന്നതിന് ശേഷം അതിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ആൻഡ് പ്രൊജക്ട് ഡയറക്ടർ PIU ആണ്. വയനാട് ജില്ലയിലെ ലൈഫ് മിഷൻ പദ്ധതി, പ്രധാനമന്ത്രി ആവാസ് യോജന, PM ജന്മൻ എന്നീ എല്ലാ ഭവന പദ്ധതികളുടെയും സൂപ്പർവൈസറി ചുമതലയുള്ള ഉദ്യോഗസ്ഥനാണ് ഞാൻ. അപ്പം എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. അതിൻ്റെ ഒരു കൗതുകം കൊണ്ട് ഞാൻ ഇവിടെ ഓരോ നിർമ്മാണ ഘട്ടങ്ങളിലും കാണാറുണ്ട്. ഈ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഓരോ അടിത്തറ നിർമ്മിച്ചതാണ് ഏറ്റവും എടുത്തു കാണിക്കേണ്ടത്. ഗംഭീരമായിട്ടുള്ള, നമുക്കറിയാം, ഒരു 4 നില കെട്ടിടത്തിന് അല്ലെങ്കിൽ 5 നില കെട്ടിടത്തിന് ഉള്ളൊരു അടിത്തറയാണ്
ഓരോ വീടിനും ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ലോകത്തിലെവിടെയും സംഭവിക്കാത്തൊരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഈ ഒരു ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങുമ്പോൾ തന്നെ ആദ്യം ഉണ്ടായിരുന്ന വിമർശനം, അതായത് എല്ലാവർക്കും എത്രയും പെട്ടെന്ന് ഉന്നയിക്കാവുന്ന വിമർശനം, എന്തിനാണ് 7-8 ലക്ഷം രൂപയ്ക്ക് ഉണ്ടാക്കാവുന്ന വീടുകൾ എന്നുള്ളതായിരുന്നു. അതിന്റെ അടിത്തറ ആളുകളെ കാണിച്ചപ്പോഴാണ് ആ ഒരു അഭിപ്രായം മാറിയത്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? മറ്റുള്ള സാധാരണ പ്രവൃത്തികളെ പോലെ തന്നെയാണോ അത് 7-8 ലക്ഷം രൂപയ്ക്ക് നിർമ്മിക്കാവുന്ന വീടുകളാണോ ഇത്? നമ്മളിപ്പോൾ പട്ടികവർഗ വിഭാഗത്തിന് ജില്ലയിൽ ലൈഫ് മിഷനായാലും PMAY-യിലായാലും ഗ്രാമപ്രദേശങ്ങളിലെല്ലാം തന്നെ 6 ലക്ഷം രൂപയാണ് ഗുണഭോക്താവിന് കൊടുക്കുന്നത്. അത് ഗുണഭോക്താവ് ഒരു കോൺട്രാക്ടറെ ഏൽപ്പിച്ച് അല്ലെങ്കിൽ ഒരു മേസ്ത്രിയെ ഏൽപ്പിച്ച് ചെയ്യുക, ആ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ട് പ്രത്യേകിച്ച് പട്ടികവർഗ വിഭാഗക്കാർക്ക് പലതും ഇതൊരു ഇടനിലക്കാർ മുഖേന കൈകാര്യം ചെയ്ത് 6 ലക്ഷത്തിൻ്റെ വീട് ആ മൂല്യം ഉണ്ടാകാറില്ല. പക്ഷേ ഞാൻ ഓരോ വീടും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്ന ആളാണ്. ഗുണഭോക്താക്കളുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഞാൻ അഡ്മിനായിട്ടുണ്ട്. അപ്പം ഓരോ മെസ്സേജും കൃത്യമായിട്ട് കൊടുക്കുക അവർക്ക്. പ്രത്യേകിച്ചും അടിത്തറയുടെ നിർമ്മാണം എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം. കാരണം അടിത്തറ ഭദ്രം അല്ലെങ്കിൽ നമ്മൾ അതെ വീടിന്റെ കാര്യം ബുദ്ധിമുട്ടാകുമ്പോൾ അത് മാത്രം അടിത്തറ ഭദ്രമാണ്. അതാണ് ഞാൻ ചോദിച്ചത്. ഈ ഒരു ഏകദേശം നിങ്ങളുടെ ഒരു കണക്കിൽ ഒരു വീടിന് എത്ര തുക ചെലവാകും? ഈ രൂപത്തിലുള്ള ഒരു വീടിന് ഈ അടിത്തറ ഉൾപ്പെടെ ഒരു 10-20 ലക്ഷത്തിന് മേലെ ചിലവാകുന്നതാണ് എൻ്റെ ഒരു ധാരണ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം അരുൺ സാർ എൻ്റെ സുഹൃത്താണ്, ഞങ്ങൾ ഡെപ്യൂട്ടി കളക്ടർ. 26 മേലേക്ക് പോകുന്നുണ്ട്. 20ന്റെ മേലെ ഉണ്ടാവുന്ന പറഞ്ഞ ഈ ചുറ്റുമതിലും ബാക്കി പിന്നെ ഈ ഇന്റർലോക്കിങ് എല്ലാം വളരെ എന്താ പറയാ ഒരു വില്ല പ്രൊജക്റ്റ് ഉണ്ടല്ലോ. യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ടൂറിസ്റ്റുകൾക്കൊക്കെ വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള വില്ല പ്രൊജക്റ്റിന്റെ അതേ മാതൃക തന്നെയാണ്. അത് മാത്രമല്ല ഈ മല നല്ല വ്യൂ, ചുറ്റുഭാഗത്തും വ്യൂ ആണ്. പ്രത്യേകിച്ച് മുണ്ടക്കൈ ചൂരൽമലയിൽ നിന്ന് വരുന്നവർക്ക് അവരുടെ ഒരു പ്രകൃതി മനോഹരമായ അതിനേക്കാളും ഏകദേശം അതേ രീതിയിലുള്ള ഒരു ഭൂപ്രകൃതിയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. പ്രകൃതി സുന്ദരമായ സ്ഥലം, മറ്റൊരു ഭാഗത്ത് ടൗൺ കൽപ്പറ്റ നഗരം. അതെ, എല്ലാം കൊണ്ടും എന്താ പറയാ ഏതൊരു സർക്കാരിനും ഇപ്പൊ ഇന്ത്യയിലെ ഏത് സംസ്ഥാന സർക്കാരിനും ഇതുപോലുള്ള ദുരന്തം ഉണ്ടാവുമ്പോൾ ജനങ്ങളെ ഇതേ രീതിയിൽ തന്നെ കൈപിടിച്ച് ഉയർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ, മാതൃക ലോകത്തിന് മാതൃകയാണ്. ഇല്ല. പിന്നെ എനിക്കൊരു ആശങ്കയുള്ളത് ഇപ്പോൾ ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഒരു സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞു, അത് കാണാനും കൂടിയാണ് ഞാൻ ഇന്ന് പ്രത്യേകമായിട്ട് വന്നത്. അപ്പൊ അതെങ്ങനെ അത് ഏത് രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകും എന്നുള്ളതൊക്കെ ഒരു ആശങ്കയുണ്ട്. അതെ ക്ലസ്റ്ററിന് അതെ അതും കൂടി കാണണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നത്. എല്ലാ ദിവസവും നടക്കാതെ ഇറങ്ങാറുണ്ട്, ബൈപ്പാസിലാണ് പോകാറ്. താങ്ക് യു ഞങ്ങളോട് സഹകരിച്ചത്.